ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം പെന്തക്കോസ്തിക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 34-ാമത്തെ വാക്യം പറയുകയാണ്: ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്നത് സമാധാനം വരുത്താനല്ല, പിന്നെയോ വാളിനെ അത്രേ. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ്. സമാധാനമല്ല, വാൾ കൊണ്ടുവരാനാണ് ഞാൻ വന്നത് എന്ന പ്രസ്താവന ഞെട്ടിക്കുന്നതാണ്. യേശുക്രിസ്തു വലിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. വിശ്വാസം കുടുംബങ്ങൾക്കിടയിൽ പോലും ഭിന്നത ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരു യഥാർത്ഥ ശിഷ്യന് മാതാവിനോ പിതാവിനോ മകനോ മകൾക്കോ എതിരായി നിൽക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. കുരിശെടുക്കുക എന്നാൽ മരണം വരെയുള്ള ആത്മസമർപ്പണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ ചിന്ത യേശുക്രിസ്തു പറയുകയാണ്, വാൾ എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പിന്നെ വാളിന് എത്രയെന്ന്, ഞാൻ സമാധാനം വരുത്തുന്നല്ല, പിന്നെ വാളിനെ എത്രയെന്ന് പറയുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിൽ അതിൻ്റെ വാക്കെന്ന് പറയുന്നത് മച്ചാറിയം എന്നതാണ്. മച്ചാറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ഭൗതികമായ വാളല്ല, മറിച്ച് ആത്മീയമായ വേർതിരിവിന്റെ പ്രതീകമാണ് ഈ ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചിന്ത തന്നെയാണ്, സമാധാനമല്ല വാൾ, നോട്ട് പീസ് ബട്ട് എ സ്വോർഡ്. സത്യം ഒരിക്കൽ പറഞ്ഞാൽ ലോകം മുഴുവൻ നിനക്കായെതിരായി തിരിക്കും. സത്യത്തിന്റെ വാൾ ഏകാന്തത നൽകും. ദൈവത്തിന്റെ സ്നേഹം ആശ്വാസമല്ല, പരിവർത്തനത്തിന്റെ അഗ്നിയാണ്. ആ പരിവർത്തനം വേദനിപ്പിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ വാളുകൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും. വിശുദ്ധനായ സ്വർണ്ണനാവുകാരൻ ഈവാനീസ് പറയുകയാണ്, ക്രിസ്തു തന്റെ വാളിനാൽ നമ്മുടെ ആത്മാവിനെ ദുഷ്ടതയിൽ നിന്ന് വേർതിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്യം ക്രിസ്തുവിനെ ഒരു സാധാരണ സമാധാന ദൂതനാക്കുന്നില്ല. അവിടുന്ന് സത്യത്തിന്റെ വാളുമായി വരുന്നു. ആ വാൾ നമ്മിൽ ആത്മീയ പിളർപ്പുണ്ടാക്കും. നാം ആ പിളർപ്പിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. ലോക സമാധാനത്തെക്കാൾ ക്രിസ്തുവിന്റെ സത്യം സ്വീകരിക്കുന്നവർ മാത്രം യഥാർത്ഥ ശിഷ്യരാണ്. വാൾ നമ്മെ വേർതിരിക്കുകയാണ്, പക്ഷേ ദൈവത്തോട് ഐക്യപ്പെടുത്തുകയാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു വാളെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്തിൻ്റെ ക്രമങ്ങൾ സമാധാനത്തെക്കാൾ ക്രിസ്തുവിൻ്റെ സത്യം സ്വീകരിക്കുമ്പോൾ ലോകം മുഴുവൻ നമുക്കെതിരാവും, വാള് പോലെ നിൽക്കും. പക്ഷെ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. രണ്ടാമത്തെ ചിന്ത പറയുകയാണ്, എൻഡ് ഓഫ് വേൾഡ്ലി പീസ്, ലൗകിക സമാധാനത്തിന്റെ അവസാനം. ലോകം നൽകുന്ന വ്യാജ സമാധാനത്തെ യേശു തകർക്കുകയാണ്. സത്യത്തോടുള്ള വിധേയത്വം മാത്രമാണ് യഥാർത്ഥമായ സമാധാനം. സമാധാനമല്ല, വാൾ വരുത്തുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, ലൗകിക സമാധാനത്തിന്റെ അവസാനം, അതാണ് രണ്ടാമത്തെ ചിന്ത. ഈ വേൾഡിലി ആയിട്ടുള്ള സമാധാനം അവസാനിക്കാൻ പോവുകയാണ്. അത് വ്യാജമാണെന്നാണ് ക്രിസ്തു പറയുകയാണ്. സത്യത്തോടുള്ള വിധേയത്വമുള്ള സമാധാനങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇന്ന് സത്യത്തോട് വിധേയത്വമില്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷം പലരും വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സമാധാനം ഏറെക്കാലം നിൽക്കുകയില്ല. സത്യം നഷ്ടപ്പെട്ടിട്ടുള്ള സമാധാനമാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത പറയുകയാണ്, ഡിക്ലറേഷൻ ഓഫ് സ്പിരിച്വൽ വാർ, ആത്മീയ യുദ്ധ പ്രഖ്യാപനം. യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ ഇരുട്ടിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഓരോ വിശ്വാസിയും ആത്മീയ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്, ഓരോ വിശ്വാസിയും ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ആത്മീയ യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഇരുട്ട് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ വിശ്വാസിയുടെ കടമ എന്താണ്? ആത്മീയ യുദ്ധം ചെയ്യുക, ആത്മീയമായ യുദ്ധം ചെയ്യുക. അത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇരുട്ടിൻ്റെ ആത്മാക്കളോട് നമുക്ക് യുദ്ധം ചെയ്യുവാൻ ഈ എവൻഗേലിയൻ വേദഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ ചിന്ത, ദ അഗ്രസീവ് നേച്ചർ ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ആക്രമണോത്സുകത എന്ന് പറയാം നമുക്കതിനെ. കാരണം ഇന്ന് സുവിശേഷം എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടുള്ള സുവിശേഷമാണ്. സുവിശേഷം നിഷ്ക്രിയമല്ല, അത് മറിച്ച് അസത്യത്തെയും അനീതിയെയും വെട്ടിമാറ്റുന്ന ആയുധമാണ്. ക്രിസ്തീയ ജീവിതം ധീരത ആവശ്യപ്പെടുകയാണ്.
സുവിശേഷം എന്ന് പറയുന്നത് ഒരു വാൾ പോലെയാണ്. അത് തിന്മയെ വെട്ടിമാറ്റുകയാണ്, നന്മയെ തുറക്കപ്പെടുകയാണ്. നന്മ തെളിഞ്ഞു വരേണ്ടതിന് തിന്മയെ വെട്ടിമാറ്റുകയാണ്. അതാണ് ആ വാൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ, തിന്മ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ സുഖപ്പെടുത്തിയും മനുഷ്യരെ സ്നേഹത്തോടെ തട്ടും തൊലോടിയും കൊച്ചു കഥകൾ പറഞ്ഞും ആളുകളെ ചിരിപ്പിച്ചും കയ്യടി വാങ്ങുന്ന സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തു പറയുന്നത്, ക്രിസ്തു ഒരിടത്ത് പോലും വലിയ പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ പറഞ്ഞുകൊണ്ടല്ല തൻ്റെ സുവിശേഷം പ്രസംഗിച്ചത്, മറിച്ച് തിന്മയ്ക്കെതിരെ പറയുന്ന സുവിശേഷമായിരുന്നു. വാളെടുക്കുകയായിരുന്നു, വചനമാകുന്ന വാൾ. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ക്രിസ്തീയ ജീവിതം വാളെടുത്ത് പോരാടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അഞ്ചാമത്തെ ചിന്ത, സത്യത്തിന്റെ മൂർച്ചയുള്ള അറ്റം, ദ ഷാർപ്പ് എഡ്ജ് ഓഫ് ട്രൂത്ത്. സത്യം എപ്പോഴും സൗകര്യപ്രദമല്ല, അത് മുറിവേൽപ്പിക്കും. എങ്കിലും ആ മുറിവാണ് രോഗശാന്തിയുടെ തുടക്കം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സത്യത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ, സത്യത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനൊരു മൂർച്ചയുള്ള അറ്റമുണ്ട്. അത് പലരെയും സത്യം പറയുമ്പോൾ മുറിവേൽക്കും. സത്യം പറയാതെ നടക്കുന്നവർക്ക് മുറിവേൽക്കുകയില്ല. ഇന്ന് സത്യം പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എവിടെയൊക്കെ മുറിവുകളേറ്റിട്ടുണ്ടോ അവിടെയൊക്കെ രോഗശാന്തിയുടെ തുടക്കമായി. ആറാമത്തെ ചിന്ത നമ്മോട് പറയുകയാണ്, കുടുംബമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ദി ഫാമിലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച്. ഇവിടെ പറയുകയാണ്, മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള ബന്ധം, ഇതാ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, മകളും മാതാവും തമ്മിലുള്ള ബന്ധം. യേശു തിരഞ്ഞെടുക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധേയമാണ്. ഏറ്റവും വലിയ രക്തബന്ധങ്ങൾ തന്നെ. വിശ്വാസത്തിന്റെ പേരുള്ള ഏറ്റവും വലിയ പരീക്ഷ പലപ്പോഴും സ്വന്തം വീട്ടിനുള്ളിലാണ് ഉണ്ടാകുന്നത്. ബാഹ്യ ശത്രുക്കളെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ്. യേശു ഇത് മുൻകൂട്ടി പറയുകയാണ്. ശിഷ്യന്മാർ ഞെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് അടുത്ത് വരുമ്പോൾ ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുന്ന, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണും. ചിലപ്പോൾ അവരുടെ പേര് ക്രിസ്ത്യാനി എന്ന പുറമേ കാണും, പക്ഷെ അവർ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾക്കെതിരായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതാ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വിഭജനത്തിൻ്റെ ഉറവിടം തന്നെ ക്രിസ്തു പറയുകയാണ്. എന്താണ് വിഭജനത്തിൻ്റെ കാര്യം? സ്വയം വിഭജനത്തിൻ്റെ കാരണക്കാരനായി അവൻ അവതരിപ്പിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. ഒരു പാർശ്വഫലം മാത്രമല്ല, ലോകത്തിലെ എല്ലാ വ്യാജ ഐക്യങ്ങളെയും തകർക്കുകയാണ്. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഐക്യം കെട്ടിപ്പടുക്കുക എന്നതാണ് അവിടുത്തെ ലക്ഷ്യം. എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നാൽ ചില ബന്ധങ്ങൾ വേദനയോടെ വിച്ഛേദിക്കാൻ തയ്യാറാകുക എന്നാണ്. അല്ലാതെ കുടുംബ ബന്ധങ്ങളെ തകർക്കാനല്ല ക്രിസ്തു ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ചില ബന്ധങ്ങൾ വേദനയോടെ വിച്ഛേദിക്കേണ്ടി വരും. ഏഴാമത്തെ ചിന്ത പറയുകയാണ്, ഇന്നെവിറ്റബിൾ സെപ്പറേഷൻ ആസ് എ കോൺസിക്വൻസസ് ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിന്റെ പ്രത്യാഘാതം അനിവാര്യമായ വേർപാട്. യേശു മനുഷ്യരെ വെറുപ്പിക്കാനോ വേർപെടുത്താനോ ആഗ്രഹിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് സുവിശേഷത്തോടുള്ള പ്രതികരണത്തിന്റെ സ്വാഭാവിക ഫലമാണ് വേർപാടെന്ന് പറയുന്നത്. ചിലർ വെളിച്ചം സ്വീകരിക്കുമ്പോൾ മറ്റു ചിലർ ഇരുട്ടിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ ഐക്യം ഒരിക്കലും സാധ്യമല്ല. ഇരുട്ടും വെളിച്ചത്തിനും ഐക്യം സാധ്യമല്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നിടത്തെല്ലാം ഒരു വിഭജന രേഖ ഉടലെടുക്കും. അതാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ വേർപിരിക്കുന്നു എന്ന് പറയുന്നത്. തിന്മയും നന്മയും തമ്മിൽ വേർപിരിക്കുന്നു എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എട്ടാമത്തെ ചിന്ത പറയുകയാണ്, വൺ ഓൺ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ് ആർ എനിമീസ്. സ്വന്തം വീട്ടുകാർ തന്നെ ശത്രുക്കളെന്ന് പറയുന്നത് 36ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ എതിരാളികൾ അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കുമെന്ന് ക്രിസ്തു മുൻകൂട്ടി പറയുകയാണ്. രക്തബന്ധത്തിന്റെ പേരിൽ സ്നേഹവും പിന്തുണയും പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരികയാണ്. സ്വന്തം വീട്ടിൽ വെച്ച് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, എന്നാൽ വീട്ടുകാർ ഇരുട്ടിൽ തുടരാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്തത തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ശത്രുതയെ പുറത്തു വരുന്നത്. വീട്ടുകാർക്ക് തങ്ങളുടെ ജീവിത രീതിയിലേക്കുള്ള ഒരു വെല്ലുവിളിയായി വിശ്വാസിയുടെ മാറ്റം തോന്നുന്നു. അവർ ആ മാറ്റത്തെ ഭയക്കുകയും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും. വീട്ടുകാരുടെ എതിർപ്പ് ശിഷ്യത്വത്തിന്റെ ലക്ഷണമാണ്. ശത്രുത എന്ന വാക്കിന്റെ ആഴം തന്നെ നമ്മൾ എടുത്തു നോക്കുക. അവന്റെ ശത്രുക്കളായിരിക്കും എന്ന് പറയുക. ശത്രുക്കൾ എന്ന പദം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെറും എതിരാളികളല്ല എന്നല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് തീവ്രവും സജീവവുമായ എതിർപ്പാണ് വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് പറയുന്നത്.
അപ്പോൾ ഇവിടെ ക്രിസ്തു മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റി ഓഫ് സ്പിരിച്വൽ ബോണ്ട് ഓവർ ബ്ലഡ് ബോണ്ട്. രക്തബന്ധത്തിന്മേലുള്ള ആത്മീയ ബന്ധത്തിന്റെ മുൻഗണന ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം വീട്ടുകാരുടെ സ്നേഹം ഉപേക്ഷിക്കണമെന്നല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രിയപ്പെട്ടവനാക്കണം. ഈ വാക്യം വീട്ടുകാരെ വെറുക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹം എല്ലാറ്റിനും മുകളിലായിരിക്കണമെന്നാണ്. വീട്ടുകാർ ശത്രുക്കളായി മാറുമ്പോൾ പോലും അവരോട് സ്നേഹം കാണിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശിഷ്യൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ആ സ്നേഹം ഒരിക്കലും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും ദുർബലപ്പെടുത്തരുത്. ക്രിസ്തുവിനെ ഒന്നാമതാക്കുന്നവർക്ക് ആത്യന്തികമായി എല്ലാ നഷ്ടപ്പെട്ട ബന്ധങ്ങൾക്കും പകരം ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. 37-ാമത്തെ വാക്യം പറയാണ്, എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിക്കുന്നവനല്ല, എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് കൊള്ളാവുന്നവനല്ല. അതെ, 9-ാമത്തെ ചിന്ത വ്യത്യസ്തമായൊരു ചിന്തയാണ്, സ്നേഹത്തിൻ്റെ ഒരു ശ്രേണി, ഹയറാർക്കി ഓഫ് ലവ്. ഇവിടെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പുതിയൊരു ശ്രേണി തുറക്കുകയാണ്, സ്ഥാപിക്കുകയാണ്. അതിൽ തന്നോടുള്ള സ്നേഹമാണ് ഏറ്റവുമായി ഉന്നതമായത്. പ്രകൃതിയിൽ രക്തബന്ധത്തെക്കാൾ അധികമായി, ഈ ഭൂമിയിൽ രക്തബന്ധത്തെക്കാൾ ആദ്യ സ്ഥാനത്താണെങ്കിൽ അത് ഏറ്റവും വലിയ ആദ്യ സ്ഥാനം കൊടുക്കേണ്ട ക്രിസ്തുവിനാണെന്ന് പറയുകയാണ്. കൃപയിൽ ക്രിസ്തുവിനാണ് ആദ്യ സ്ഥാനം. ഈ ശ്രേണി വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാത്ത പക്ഷം ആ വ്യക്തി ശിഷ്യത്വത്തിന് അയോഗ്യനാകും. ഇത് മനുഷ്യബന്ധങ്ങളെ നിരാകരിക്കില്ല, മറിച്ച് അവയേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മക്കളെ സ്നേഹിക്കുന്നവര്, മക്കളെ സ്നേഹിച്ചുകൊണ്ട് ദേവാലയത്തെ മാറ്റി നിർത്തുന്നവര്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്നവരോടൊക്കെ ക്രിസ്തു പറയുകയാണ്, അരുത്, ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ഇന്ന് പലതരത്തിലുള്ള വിഗ്രഹങ്ങളാണ്. മക്കൾ വിഗ്രഹങ്ങളായി മാറുന്നു, ക്രിസ്തുവിനേക്കാൾ അധികമായി. കുടുംബം വിഗ്രഹമായി മാറുന്നു, ജീവിത പങ്കാളി വിഗ്രഹമായി മാറുന്നു. ക്രിസ്തു പറയുകയാണ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. കുടുംബത്തോടുള്ള സ്നേഹം തന്നെ ഒരു വിഗ്രഹമായി മാറുമ്പോൾ അത് യഥാർത്ഥ ശിഷ്യത്വത്തിന് തടസ്സമാകുന്നു. ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായത്. ക്രിസ്തുവിലൂടെ മാത്രമേ എല്ലാ ബന്ധങ്ങൾക്കും ശരിയായ അർത്ഥം ലഭിക്കുകയുള്ളൂ. അതിനാൽ ക്രിസ്തുവിനെ പ്രഥമ സ്ഥാനത്താക്കുക എന്നത് മറ്റുള്ളവരെ ശരിയായ രീതിയിൽ സ്നേഹിക്കാനുള്ള ഏക മാർഗമാണ്. 38-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ ആരും എനിക്ക് യോജിക്കുന്നവനല്ല എന്ന് പറയുകയാണ്. Whoever does not take his cross is not worthy. ക്രൂശ് എടുക്കാത്തവൻ യോഗ്യനല്ല. യേശുവിടെ ക്രൂശിനെ പ്രതീകമായി ഉപയോഗിക്കുന്നു. അത് മരണം, നിന്ന, പൂർണ്ണമായ ആത്മത്യാഗം എന്നിവ പ്രതിനിധീകരിക്കുന്നു. ക്രൂശ് എടുക്കുക എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മരിക്കാൻ തയ്യാറാകുക എന്നാണ്. ഒരു ശിഷ്യൻ്റെ ജീവിതം സുഖസൗകര്യങ്ങളുടെ പാതയല്ല, മറിച്ച് ത്യാഗത്തിൻ്റെയും വേദനയുടെയും പാതയാണ്. ഈ ക്രൂശ് മാറ്റിവെക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഓരോ ക്രൂശുകളുണ്ട്, അത് ഓരോ ദിവസവും എടുക്കേണ്ടതാണ്. ക്രൂശ് എടുക്കുക എന്നതുകൊണ്ട് ഇവിടെ പ്രയാസങ്ങൾ സഹിക്കുക മാത്രമല്ല, മറിച്ച് സ്വന്തം ഞാൻ എന്നതിനെ മരിപ്പിക്കുക കൂടിയാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ലാതായി ക്രിസ്തു ജീവിക്കുക എന്നതുകൂടിയാണ്. ഓരോ മനുഷ്യനും സ്വന്തം ഇഷ്ടങ്ങൾ, അഭിലാഷങ്ങൾ, സ്വാർത്ഥതയുടെ ഒരു ക്രൂശ് ചുമക്കുകയാണ്. ഇത് ഉപേക്ഷിക്കാൻ താൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാർത്ഥതയുടെ ക്രൂശ് ചുമക്കുകയാണ്, അഭിലാഷങ്ങളുടെ ക്രൂശ് ചുമക്കുകയാണ്, സ്വന്തം ഇഷ്ടങ്ങളുടെ ക്രൂശ് ചുമക്കുകയാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു തൻ്റെ ക്രൂശുമെന്നപോലെ ശിഷ്യനും സ്വന്തം ജീവിതത്തിലെ മരണത്തിൻ്റെ ഉപകരണം സ്വയം ഏറ്റെടുക്കണം. ഇത് വേദനാജനകമാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഏകപാതയും ഇത് തന്നെയാണ്. 11-ാമത്തെ ചിന്ത പറയുകയാണ്, ക്രൂശ് ലോകത്തിൻ്റെ നിന്ദയുടെ പ്രതീകമാണ്. ക്രോസ് സിംബൽ ഓഫ് ദ വേൾഡ്സ് സ്കോൺ. യേശുവിൻ്റെ കാലത്ത് ക്രൂശ് ഏറ്റവും ലജ്ജാകരമായ മരണശിക്ഷയുടെ ഉപകരണമായിരുന്നു. അത് കുറ്റവാളികൾക്കും അടിമകൾക്കും മാത്രം ഉണ്ടായിരുന്നു. ക്രൂശ് ശാപത്തിൻ്റെ പ്രതീകമായിരുന്ന നിയമാവർത്തന പുസ്തകം 21-23 പറയുന്നുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരുടെ ലജ്ജാകരമായ ഉപകരണം എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ പറയുന്നത് ലോകത്തിൻ്റെ നിന്ദ സഹിക്കാൻ തയ്യാറാകണമെന്നാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ലോകത്തിൻ്റെ കണ്ണിൽ മൂഢനും നിന്ദിതനുമായിരിക്കും. എന്നാൽ ലോകത്തിൻ്റെ നിന്ദ സഹിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ക്രൂശ് എടുക്കാത്ത ശിഷ്യൻ വ്യാജ ശിഷ്യൻ. ഇതാ 13-ാമത്തെ ചിന്ത പറയുന്നത്, ഡിസൈപ്പിൾ ഹു ഡസ് നോട്ട് ടേക്ക് ദ ക്രോസ് ഈസ് എ ഫാൾസ് ഡിസൈപ്പിൾ. ഇവിടെ യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ പിന്നാലെ വരാത്തവൻ, ക്രൂശ് എടുത്തതിൻ്റെ പിന്നാലെ ആരും എനിക്ക് യോജിക്കുന്നവനല്ല അല്ലെങ്കിൽ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രൂശില്ലാത്ത ശിഷ്യത്വം വ്യാജമാണെന്ന് അത് വ്യക്തമാക്കണം. ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും ക്രൂശ് നിരസിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുന്നില്ല. സ്വന്തം ഭാവനയിൽ സൃഷ്ടിച്ച കുറെ ഒരു ക്രിസ്തുവിനെയാണ് ഇന്ന് പലരും പിന്തുടരുന്നത്. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ്.
ഇന്ന് നമ്മുടെ ഭാവനയിലുള്ള ക്രിസ്തുവിനെയാണ് നമ്മൾ ക്രിസ്തുവായിട്ട് ചിത്രീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായത് അങ്ങനെയല്ല. ഇതാ 14ാമത്തെ ചിന്ത പറയുകയാണ്, ക്രൂശ് എടുക്കുക എന്നത് പിന്നിൽ നടക്കലല്ല, മറിച്ച് മുന്നിൽ നടക്കലാണ്. ടേക്കിംഗ് അപ്പ് ദ ക്രോസ്, നോട്ട് വാക്കിംഗ് ബിഹൈൻഡ് ബട്ട് ലീഡിങ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോജിക്കുന്നവനല്ല എന്ന് പറയുകയാണ്. യേശു പറയുന്നത് എൻ്റെ ക്രൂശ് എന്നല്ല, തൻ്റെ ക്രൂശ് എന്നർത്ഥം. ഓരോ ശിഷ്യനും സ്വന്തമായിട്ട് ഒരു ക്രൂശുണ്ട്. ഇവിടെ യേശുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, യേശു ക്രൂശ് എടുത്തതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും ഓരോ ക്രൂശുകളുണ്ട്. ആ ക്രൂശുകൾ അവർ ഏറ്റെടുക്കുക. ഒരാൾക്ക് ചിലപ്പോൾ രോഗമായിരിക്കാം, മറ്റൊരാൾക്ക് പീഡനമായിരിക്കാം, മറ്റൊരാൾ കുടുംബത്തിൽ നിന്ന് നിരസിക്കലായിരിക്കാം, സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകളായിരിക്കാം. അതെല്ലാം എടുക്കാൻ ഉറപ്പിക്കുകയാണ്. സ്വന്തം ക്രൂശ് എടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ക്രൂശ് എടുക്കുക എന്നത് നഷ്ടത്തിൻ്റെ പാതയെ തോന്നാം, എന്നാൽ വാസ്തവത്തിൽ അത് ലാഭത്തിൻ്റെ ഏക പാതയാണ്. സ്വന്തം ജീവനെ മരിപ്പിക്കാൻ തയ്യാറാകുന്നതിന് മാത്രമേ യഥാർത്ഥ ജീവൻ കണ്ടെത്താൻ കഴിയുള്ളൂ. ഇത് ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ നിന്ന് മനുഷ്യർ മരിച്ച് പലരും പല രീതിയിൽ മരിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ മരിക്കുന്നവന് പുതിയൊരു ജീവിതം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ്. ഈ മരണത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. 15ാമത്തെ ചിന്ത പറയുകയാണ്, ജീവൻ കണ്ടെത്തൽ. എന്താണ് യഥാർത്ഥ ജീവൻ? ഫൈൻഡിങ് ലൈഫ്, വാട്ട് ഈസ് ട്രൂ ലൈഫ്? ജീവൻ എന്ന വാക്കുകൾ യേശു ഇവിടെ 2 അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. ഒന്ന് ഭൗതിക ജീവിതവും, 2 നിത്യജീവിതവും. സ്വന്തം സുഖ സൗകര്യങ്ങൾക്കും സുരക്ഷിതത്വവും മുൻഗണന നൽകിയാക്കുന്നവർ ഭൗതിക ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ യഥാർത്ഥ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഭൗതിക ജീവിതം ത്യജിക്കാൻ തയ്യാറാകുന്ന യഥാർത്ഥവും നിത്യവുമായ ജീവൻ കണ്ടെത്തുകയാണ്. ഭൗതിക ജീവിതത്തിന് നഷ്ടമാണ് നിത്യജീവന്റെ ലാഭത്തിനുള്ള വിലയെന്ന് പറയുന്നത്. ഒരു വിപ്ലവത്തിനോ ദേശസ്നേഹത്തിനോ വേണ്ടിയുള്ള മരണം ഇവിടെ അർത്ഥമാക്കുന്നില്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള വിശ്വസ്ത നിമിത്തമുള്ള ത്യാഗമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലും അവിടുത്തെ സേവനത്തിലുമാണ് ഈ നഷ്ടം സംഭവിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിന്റെ കണക്ക് പ്രകാരം നഷ്ടമെന്ന് വിളിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിന്റെ കണക്ക് പ്രകാരം ലാഭമാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരാൾക്ക് നഷ്ടപ്പെടുന്ന എന്തും, പ്രശസ്തി, സമ്പത്ത്, കുടുംബ ബന്ധങ്ങൾ, ജീവൻ പോലും, അത് നിത്യതയുടെ ത്രാസിൽ വെച്ച ലാഭമായി മാറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ നന്നായി മനസ്സിലാക്കുകയാണ്, എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി നഷ്ടമായെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നഷ്ടത്തിലൂടെയാണ് നാം യഥാർത്ഥ സമ്പത്ത് പ്രാപിക്കുന്നത്. 16ാമത്തെ ചിന്ത പറയുകയാണ്, ജീവന്റെ 2 വഴികൾ, 2 ways ഓഫ് ലൈഫ്. യേശു ഇവിടെ മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്ന ജീവന്റെ 2 വഴികളാണ്. ഒന്ന് സ്വന്തം ജീവൻ കണ്ടെത്താനുള്ള വഴിയും, 2 സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താനുള്ള വഴിയും. ആദ്യത്തെ വഴി എളുപ്പവും സ്വാഭാവികവുമാണ്, എന്നാൽ അത് നാശത്തിലേക്ക് നയിക്കും. 2ാമത്തെ വഴി ബുദ്ധിമുട്ടുള്ളതും അസ്വാഭാവികവുമാണ്, എന്നാൽ അത് നിത്യജീവനിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് ജീവവഴി, മൃതിവഴി എന്നീ 2 വഴികൾ സഹോദരന്മാർ കണ്ടു എന്ന് പാട്ടുകൾ നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനാക്രമത്തിൽ പാടുന്നത്. ഓരോ മനുഷ്യനും 2 വഴികൾക്കുമിടയിൽ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു വ്യക്തമാക്കുകയാണ്, നിത്യജീവനിലേക്കുള്ള ഏകപാത നഷ്ടത്തിന്റെ പാതയാണ്. ദൈവരാജ്യത്തിന്റെ ഗണിതം ലോകത്തിന്റെ ഗണിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ലോകം പഠിപ്പിക്കുന്നു കൂട്ടിച്ചേർക്കുക, സമ്പാദിക്കുക, പിടിച്ചു വെക്കുക. ദൈവരാജ്യം പഠിപ്പിക്കുന്നു കുറയ്ക്കുക, ഉപേക്ഷിക്കുക, കൊടുക്കുക. ലോകത്തിന്റെ ഗണിതത്തിൽ നഷ്ടം എന്നൊരു മൈനസാണ്, എന്നാൽ ദൈവത്തിന്റെ ഗണിതത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള നഷ്ടം ഒരു പ്ലസ്സായി മാറുന്നു. ഇതൊരു പ്രാരംഭ നഷ്ടമാണ്. ആത്യന്തികമായ ലാഭത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഈ ആത്മീയ ഗണിതം മനസ്സിലാക്കുന്നവർക്ക് യഥാർത്ഥ ശിഷ്യരാകാൻ കഴിയുള്ളൂ. 17ാമത്തെ ചിന്ത പറയുകയാണ്, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഹുവർ റിസീവ്സ് യു റിസീവ്സ് മീ. യേശു തന്റെ ശിഷ്യന്മാർക്ക് അവിശ്വസനീയമായ ഒരു അധികാരവും ബഹുമാനവും നൽകുകയാണ്. അവരെ സ്വീകരിക്കുന്ന യേശുവിനെ സ്വീകരിക്കുന്ന തുല്യമാണ്. ഇത് ശിഷ്യന്മാരെ യേശുവിന്റെ പ്രതിനിധികളും ദൂതന്മാരുമായി ഉയർത്തുകയാണ്. ലോകം ശിഷ്യന്മാരെ നിരസിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ യേശുവിനെയും പിതാവായ ദൈവത്തെ നിരസിക്കുകയാണ്. ഈ തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു, കാരണം അവർക്ക് പിന്നിൽ യേശുവിൻ്റെയും ദൈവത്തിൻ്റെയും അധികാരമുണ്ട്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിൻ്റെ ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ഇന്ന് ലോകം യേശു സുവിശേഷ വേല ചെയ്യുന്നവരെ അഭിഷിക്തന്മാരെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെയാണ് നിരസിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
18ാമത്തെ ചിന്ത 3 തലത്തിലുള്ള സ്വീകാര്യത, 3 ലെവൽസ് ഓഫ് അക്സെപ്റ്റൻസ്. ഈ വാക്യം 3 ഘട്ടങ്ങളിലൂടെ സ്വീകാര്യതയെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളെ സ്വീകരിക്കുന്ന, എന്നെ സ്വീകരിക്കുന്ന, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പറയുമ്പോൾ ശിഷ്യന്റെ സ്വീകാര്യത, യേശുവിന്റെ സ്വീകാര്യത, പിതാവായ ദൈവത്തിന്റെ സ്വീകാര്യത. ഒരു വ്യക്തി ഒരു ശിഷ്യനെ സ്വീകരിക്കുമ്പോൾ അവൻ യേശുവിനെ സ്വീകരിക്കുന്നു, അതിലൂടെ പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നു. ഇത് ശിഷ്യന്മാരുടെ ദൗത്യത്തിന്റെ ദിവ്യമായ ഉറവിടത്തെ കാണിക്കുകയാണ്. അവർ സ്വന്തം നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ് പോകുന്നത്. കൂടാതെ ഒരു വ്യക്തി ശിഷ്യനെ നിരസിക്കുമ്പോൾ അവൻ 3 തലങ്ങളിലും നിരസിക്കുന്നെന്ന് കൂടി അർത്ഥമാക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരെ ആരെങ്കിലും നിരസിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ക്രിസ്തുവിനെയും പിതാവാം ദൈവത്തെയും നിരസിക്കുന്നതിന് തുല്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള സ്വീകരണങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 19ാമത്തെ ചിന്ത പറയുകയാണ്, പേരിൽ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം, ദ മീനിങ് ഓഫ് റിസീവ് ഇൻ ദ നെയിം. പേരിൽ എന്ന പദം ഇവിടെ വളരെ നിർണായകമായ ഒരു പദമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പേരിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തു ഇവിടെ നാമത്തിൽ സ്വീകരിക്കുക, ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അത് സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെ, മനോഭാവത്തെ സൂചിപ്പിക്കണം. ഒരു വ്യക്തി, ഒരു പ്രവാചകൻ അവൻ്റെ വ്യക്തിത്വത്തെയോ സമ്പത്തിനു വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകനായതുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതായത് സ്വീകരിക്കുന്നവൻ ദൈവത്തെയും അവൻ്റെ സന്ദേശത്തെ അംഗീകരിക്കുന്നു എന്നർത്ഥം. ഈ ശരിയായ മനോഭാവമാണ് പ്രതിഫലത്തിന് അർഹമാക്കുന്നത്. ഒരു പ്രവാചകനെ സാമൂഹിക കാരണങ്ങളാലോ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന് ഈ വാഗ്ദത്തം ബാധകമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 20ാമത്തെ ചിന്ത പറയുന്നത് പ്രതിഫലത്തിന്റെ തുല്യത, ദ ഇക്വാളിറ്റി ഓഫ് റിവാർഡ്. ഈ വാക്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സ്വീകരിക്കുന്നവന് പ്രവാചകന് ഒരേ പ്രതിഫലമാണ് ലഭിക്കുന്നതെന്നാണ്. പ്രവാചകൻ കഠിനമായ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിക്കുന്നു, എന്നാൽ അത് സ്വീകരിക്കുന്നവന് അതേ പ്രതിഫലം ലഭിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുകയാണ്. അവിടുന്ന് ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ചല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ മനോഭാവത്തിനനുസരിച്ച് പ്രതിഫലം നൽകുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഒരു ചെറിയ പ്രവൃത്തിക്ക് വലിയ പ്രതിഫലം ലഭിക്കും. ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ശരിയായ മനോഭാവത്തോടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, അവനെ സ്വീകരിക്കുന്നവന് അതേ പ്രതിഫലം, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സ്വീകരിക്കുന്ന അതേ ക്രിസ്തുവിന് സ്വീകരിക്കുന്ന തുല്യമായ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ കഠിനമായ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനെയോ അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഒരു വലിയ റിവാർഡ്, ചെറിയ പ്രവൃത്തിക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയ പാനപാത്ത് വെള്ളം കുടിക്കാൻ പോലും. യേശു ജീവിച്ചിരുന്ന കാലത്ത്, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഏറ്റവും ചെലവ് കുറഞ്ഞ മരുഭൂമിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ പ്രത്യേകതയുണ്ട് മരുഭൂമി പ്രദേശങ്ങളിൽ. പക്ഷെ അത് കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതെ പോലെ, അത് മരുഭൂമിയിൽ സാധാരണ വെള്ളവും ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ട് ദൂരദേശത്ത് വരുന്നവർക്ക്. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, ആ വെള്ളം മാത്രം കൊടുക്കുന്നവന് പോലും പ്രതിഫലം ലഭിക്കുന്നു പറയുമ്പോൾ നമ്മൾ കൊടുക്കുവാൻ തയ്യാറാവുക, ദരിദ്രരോടും പാവപ്പെട്ടവനെയും കരുതുവാൻ തയ്യാറാവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചെറിയവരിൽ എന്നാൽ യേശു ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ്. ലോകത്തിലെ എൻ്റെ കണ്ണിൽ ഏറ്റവും നിസ്സാരവുമായ ആളുകളാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അവർ വില കുറഞ്ഞവരായിട്ടാണ് കാണുന്നത് സമൂഹം. അതുകൊണ്ടാണ് യേശുവിടെ പറഞ്ഞത് ആ ചെറിയവരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അവരെ സഹായിക്കുകയും കരുതുകയും ചെയ്യുന്നവന് വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. 21ാമത്തെ ചിന്ത പറയുകയാണ്, ഒരു സ്വർഗീയ ബാങ്ക് അക്കൗണ്ട്, ഹെവൻലി ബാങ്ക് അക്കൗണ്ട് തക്ക പ്രതിഫലം ലഭിക്കുമെന്ന് പറയുകയാണ്. ഓരോ തവണ നമ്മൾ ശിഷ്യനൊരു വെള്ളം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം നടത്തുകയാണ്. സ്വർഗീയ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും പാപ്പരാകില്ല, മോഷണം പോകില്ല, പണപ്പെരുപ്പത്താൽ നശിക്കില്ല. ഭൗമിക സമ്പത്ത് ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വിട്ടുപോകും. എന്നാൽ സ്വർഗീയ പ്രതിഫലം നമ്മോടൊപ്പം നിത്യതയിൽ പോകും. നമ്മൾ എത്രത്തോളം ഈ സ്വർഗീയ അക്കൗണ്ട് നിക്ഷേപിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സമൃദ്ധിയെ ബാധിക്കുകയാണ്. യേശു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഭൗമിക നിക്ഷേപങ്ങളെക്കാൾ സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകാനാണ്. ഒരു കപ്പ് വെള്ളം പോലും ആ നിത്യനിക്ഷേപത്തിൽ ഭാഗമാകാവുമെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുക, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചു വ്യാപരിച്ചിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ 21 പ്രസംഗ ചിന്തകളും നമുക്ക് ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനുള്ള കൃപയും ശക്തിയും നൽകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.